നമ്മുടെ റിയൽ ലൈനിൽ -∞ മുതൽ +∞ വരെയുള്ള ആൾക്കാരുണ്ട്. -∞ക്കും +∞ ഇടയ്ക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ 0 ഉണ്ട് അല്ലെ, ഇവിടെ 1 ഉണ്ട്, ഇങ്ങോട്ട് -1 -2 എല്ലാ ആൾക്കാരും ഈ മൊത്തം റിയൽ നമ്പേഴ്സും ഈ ലൈനിലെ പോയിന്റ്സ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ഈ സെറ്റിനെ പറ്റിയാണ്, ഏതാ ക്ലോസ്ഡ് ഇന്റർവൽ 0 ആണ് സെറ്റ്. ഇതാണ് അറിയപ്പെടുന്ന റിലേഷൻ ആണ് അല്ലെ. അപ്പോ അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ 1-നേക്കാളും വലിയ എലമെന്റ്സ് ആണ്. ഇവിടെയുള്ള മുഴുവൻ എലമെന്റ്സിനെക്കാളും വലുതോ ഈക്വൽ ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെ. we have 1 less than or equal to x for all x belongs to set of real numbers. ശരിയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ, അത് തെറ്റാണ്. we have 1 is an upper bound. ശരിയല്ലേ? 1 is an upper bound of set B. അല്ല, ബി എന്ന സെറ്റ് മാത്രം സംസാരിക്കും. ഇതാണ് ബി എന്ന സെറ്റ്. we have 1 is an upper bound of സെറ്റ് ബി. എന്തുകൊണ്ടാ? സിൻസ് കാര്യം എന്താ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് ഇൻ ബി. ബിയിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിനെക്കാളും ഒക്കെ വലുതാവും, ഈക്വൽ ആണ് 1. ശരിയല്ലേ? ദാറ്റ് ഈസ് നമ്മൾ അവിടെ പറഞ്ഞ പോലെ എക്സ് അല്ലേ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ബി. 1 ഒരു അപ്പർ ബൗണ്ട് ആണ്. ഇനി 1 മാത്രമല്ല, 1ന്റെ റൈറ്റ് സൈഡ് വരുന്ന എല്ലാവരും ഇതിന്റെ ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും. എല്ലാ ഈ 1ന്റെ റൈറ്റ് സൈഡ് വരുന്ന 2, 3, 4 അല്ലെങ്കിൽ 1.5, 1.2, 1.3, 1.4 എല്ലാവരും ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരും ഈ എലമെന്റ്സിനേക്കാൾ വലുതോ ഈക്വലോ ആണ്. അപ്പോ 1ന് ശേഷം ഇങ്ങ് അറ്റം വരെയുള്ള റൈറ്റ് സൈഡ് വരുന്ന എല്ലാ ആൾക്കാരും ബിന്റെ എന്താണ്, അപ്പർ ബൗണ്ടുകളാണ് അല്ലെ. ദാറ്റ് ഈസ് every real numbers greater than or equal to 1 are upper bounds of set B. ബി എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട്സുകളാണ്. ഇനി ഈ അപ്പർ ബൗണ്ട്സുകളിൽ ഏറ്റവും ചെറുതേതാ? സോ the least upper bound is അല്ലെ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ്, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാരാ? ഇവിടെ 1 മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും അപ്പർ ബൗണ്ടുകൾ എന്നല്ലേ പറഞ്ഞേ. ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആരാ? 1 ആണ്. സോ ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് 1 അല്ലെ. അപ്പോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1. ബി എന്ന സെറ്റിന്റെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് 1 ആണ്. ഇനി ലോവർ ബൗണ്ട്സ് ആരാ? ഈ സെറ്റിന്റെ ലോവർ ബൗണ്ട്സ്, ഈ സെറ്റ് നോക്കിയേ, 0യും 0നെക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സെറ്റിലെ എലമെന്റ്സ് ബി അല്ലെ, ഈ സെറ്റിലെ എലമെന്റ്സിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് അല്ലെ. ഈ സെറ്റ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇന്റർവൽ 0 ആണ് സെറ്റ്. ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതോ ഈക്വലോ ആണ് 0ക്ക് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നെഗറ്റീവ് റിയൽ നമ്പേഴ്സും. അപ്പൊ ഇതെല്ലാം എന്താണ്? ലോവർ ബൗണ്ടുകളാണ്. ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുകൾ ഏറ്റവും വലുതാരാ? 0 ആണ്. ശരിയല്ലേ? we have 0 is a lower bound, 0 is a lower bound and all negative real numbers are also the lower bounds of set B. Hence
0 is the greatest lower bound. 0 is the greatest lower bound. 0 is the greatest lower bound of set B. The greatest lower bound of set B is equal to 0. At the example 2, let u is equal to set 1, 2, 3. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണത്. ആൻഡ് എ ഇസ് ഈക്വൽ ടു പാർട്ടീഷൻ ഓഫ് സെറ്റ് യു. അല്ല, പാർട്ടീഷൻ അല്ലല്ലോ, പവർ സെറ്റ് ഓഫ് സെറ്റ് യു. വാട്ട് ഈസ് പവർ സെറ്റ് ഓഫ് സെറ്റ് യു? എം ഡി സെറ്റ് അല്ലെ, സിംഗിൾട്ടൺ 1 സബ്സെറ്റ്സിന്റെ കളക്ഷൻ അല്ലേ എന്ത് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്? സിംഗിൾട്ടൺ 2, സിംഗിൾട്ടൺ 3, സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3, സെറ്റ് 1, 2, 3 അല്ലേ? എം ഡി സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3, സെറ്റ് 1, 2, 3. ഇനി ഞാനേ ലെറ്റ് ബി ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മുടെ എ എന്ന് വെച്ചാൽ പി ഓഫ് യു ആണ്, പവർ സെറ്റ് ഓഫ് യു ആണ്. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 is a subset of A, P of U അല്ലെ? P of U ആണല്ലോ നമ്മുടെ എന്റെ സബ്സെറ്റ് ആണ് ബി. നമ്മൾ ഒരു സെറ്റിന്റെ സബ്സെറ്റിനാണല്ലോ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും പിന്നെ എന്ത് പറയണം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഒക്കെ പറയണേ. ഈ സെറ്റിന്റെ ബി എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട്സുകൾ ആരൊക്കെയാ? ഈ ആൾക്കാരെക്കാളും നമ്മുടെ ഇവിടുത്തെ റിലേഷൻ ഏതാ? Here the relation capital R is the subset relation അല്ലേ? സബ്സെറ്റ് റിലേഷൻ എന്താണ്? എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, എന്ന് പറയുന്നില്ല, ഇപ്പൊ എല്ലായിടത്തും എ കൊള്ളാവും. എം എന്ന സെറ്റ് റിലേറ്റഡ് ടു എൻ എന്ന സെറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം സബ്സെറ്റ് ഓഫ് എൻ. അപ്പൊ നോക്കിയാൽ ഇത് ഓരോന്നും സബ്സെറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നോക്കേണ്ടത്. 1 സബ്സെറ്റ് ആയിട്ട് വരണം, 2 സബ്സെറ്റ് ആയിട്ട് വരണം, 1, 2 സബ്സെറ്റ് ആയിട്ട് വരണം. 1 സബ്സെറ്റ് ആവണം, 1, 2 സബ്സെറ്റ് ആവണം, 1, 2 സബ്സെറ്റ് ആവണം. 1 സബ്സെറ്റ് ആവണം, 2 സബ്സെറ്റ് ആവണം. ഇതുണ്ടല്ലേ 1, 2ഉം 1, 2, 3ഉം ആണ്. 1, 2ഉം 1, 2, 3ഉം ആണ് ഏതാ? ഇത് 3 പേരും സബ്സെറ്റ് ആവുന്ന പി ഓഫ് യുയിലെ എലമെന്റ്സ്. ദാറ്റ് ഈസ് സെറ്റ് 1, 2 and set 1, 2, 3 are upper bounds of the set B. എന്തുകൊണ്ടാണ് അപ്പർ ബൗണ്ട്സ് ആയെന്ന് മനസ്സിലായോ? അപ്പർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി. എന്തുകൊണ്ട് അപ്പർ ബൗണ്ട്സ് ആയി? സെറ്റ് ബിയിലെ ഓരോ എലമെന്റ്സും സബ്സെറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ സബ്സെറ്റ് ഇവർ 3 പേരും വരും. ഈ സെറ്റിന്റെ സബ്സെറ്റും ഇവർ 3 പേരും വരും. വേറെ ഈ സെറ്റിലെ മറ്റാരും തന്നെ ഇതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ട് വരില്ല. ഇവർ രണ്ടുപേരാണ് അപ്പർ ബൗണ്ട്. ഇതിൽ ലിസ്റ്റ് ഏതാ? ലിസ്റ്റ് ഇതാണല്ലോ അല്ലെ, 2 എലമെന്റ്സിലേ ഉള്ളൂ. And here set 1, 2 is the least upper bound of set B.
ഇനി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്സ്. ലോവർ ബൗണ്ട്സ് ആരൊക്കെയാണ്? ലോവർ ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരുടെയും സബ്സെറ്റ് ആയിട്ട് വരണം. നേരത്തെ ഇവരൊക്കെ സബ്സെറ്റ് ആവണമായിരുന്നു, ഇനി ഇവരുടെയൊക്കെ സബ്സെറ്റ്സ് ആവണം. 1ന്റെ സബ്സെറ്റ് ആയിട്ട് ആരൊക്കെ വരും? 1ഉം എം ഡി സെറ്റും വരും. 2ന്റെ സബ്സെറ്റ് ആയിട്ട് ആരൊക്കെ വരും? ഈ 2 എന്ന സെറ്റും എം ഡി സെറ്റും വരും. 1 2ന്റെ സബ്സെറ്റ് ആയിട്ട് ആരൊക്കെ വരും? 1 വരും, 1 2 വരും, 1 വരും, 2 വരും, എം ഡി സെറ്റ് വരും. അപ്പൊ എല്ലാവരുടെയും സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരാളെ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? എം ഡി സെറ്റ് മാത്രമേ ഇയാളുടെയും സബ്സെറ്റ് ആവുന്നുള്ളൂ, മറ്റാരും വരുന്നില്ല. അപ്പൊ ഇവിടെ ആരാണ് ലോവർ ബൗണ്ട് ആയിട്ട് വരുന്ന? ആര് മാത്രമേ ഉള്ളൂ? എം ഡി സെറ്റ് ഇസ് ദ ഓൺലി ലോവർ ബൗണ്ട്. ഓൺലി വൺ ലോവർ, ഒരേ ഒരു ലോവർ ബൗണ്ടേ ഉള്ളൂ. എം ഡി സെറ്റ് ഇസ് ദ ഓൺലി വൺ ലോവർ ബൗണ്ട്. എം ഡി സെറ്റ് ഇസ് ദ ഓൺലി വൺ ലോവർ ബൗണ്ട് അല്ലേ? എം ഡി സെറ്റ് ഇസ് ദ only one lower bound, which implies greatest lower bound of set B is equal to MD set മാത്രമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, let A is equal to set 1 2 3 4 6 8 12 and capital R be the partial ordering on A, defined by A related to B if and only if A divides B. Draw the Hasse diagram. Draw the Hasse diagram of the poset. Draw the Hasse diagram of the poset AR. നമ്മുടെ റിലേഷനിൽ ആരൊക്കെ വരും? റിലേഷൻ എഴുതുമ്പോൾ ആരൊക്കെ വരും? റിലേഷൻ ഇതിലൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു പുതിയ ക്വസ്റ്റ്യൻ കൂടി. Also determine the relational matrix for R. Also determine the relational matrix for R. ഇവിടെ ആകുന്ന റിലേഷൻ എങ്ങനെ ഇരിക്കും ഇവിടെ അല്ലെ? 1 1 ഉണ്ടാവൂല്ലേ? കാരണം എന്താ? 1 ഡിവൈഡ്സ് 1 അല്ലേ? 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവും, 1 4 ഉണ്ടാവും, 1 5 ഉണ്ടാവും, 1 12 വരെ ഉണ്ടാവും. അടുത്തോ 2 2 ഉണ്ടാവും, 2 1 ഉണ്ടാവൂല്ലേ? ശ്രദ്ധിക്കണം. 2 3 ഉണ്ടാവൂല്ലേ? 2 4 ഉണ്ടാവും അല്ലേ? 2 6 ഉണ്ടാവും. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. 2 8 ഉണ്ടാവും, 2 12 ഉണ്ടാവും. ഇനി 3 ഉണ്ടാവും അല്ലെ? 3 4 ഉണ്ടാവില്ല, 3 6 ഉണ്ടാവും, 3 8 ഉണ്ടാവില്ല, 3 12 ഉണ്ടാവും അല്ലേ? കാരണം 3 8 ഉണ്ടായ 3 ഡിവൈഡ്സ് 8 അല്ലല്ലോ. അടുത്ത് 4 4 ഉണ്ടാവും,
4 6 ഉണ്ടാവില്ല, 4 8 ഉണ്ടാവും, 4 12 ഉണ്ടാവും. അതുപോലെ 6 6 ഉണ്ടാവും, 6 തിരിച്ചിങ്ങോട്ടും ഇല്ല, കാരണം 6 4 ഒന്നും വരില്ല. 6 8 ഉണ്ടാവില്ല, 6 12 ഉണ്ടാവും, 8 8 ഉണ്ടാവും, 8 12 ഉണ്ടാവില്ല, 12 12 ഉണ്ടാവും. ഇതാണ് റിലേഷൻ മെട്രിക്സ്. റിലേഷൻ മെട്രിക്സ് അല്ല, റിലേഷൻ. നമുക്ക് ഹസേ ഡയഗ്രാം വരയ്ക്കാം. ഹസേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഹസേ ഡയഗ്രാം ഈസ് ആദ്യം 1 അവിടെ 1 വരച്ചു. അടുത്ത് 1 ഡിവൈഡ്സ് 2 ആണ്, 1 ഡിവൈഡ്സ് 3 ആണ്. അടുത്ത് 2 ഡിവൈഡ്സ് 4 ആണ്, 4 ഡിവൈഡ്സ് 8 ആണ് അല്ലേ, 3 ഡിവൈഡ്സ് 6 ആണ്, 6 ഡിവൈഡ്സ് 12 ആണ്. ഇനി ഇവിടെ ഉണ്ടോ 2 ഡിവൈഡ്സ് 6 ഉണ്ട്, ശരിയല്ലേ? അല്ല, 4 ഡിവൈഡ്സ് 12 ഉണ്ട്. പിന്നെ നമ്മൾ 2 ഡിവൈഡ്സ് 12 വരയ്ക്കൂലല്ലോ, എന്താ വരച്ചാല് 2 ഡിവൈഡ്സ് 4 ആണ്, 4 ഡിവൈഡ്സ് 12 ആണ്, 2 ഡിവൈഡ്സ് 12 ഉണ്ട്, ആരെ വരില്ലല്ലോ. ഇതല്ലേ വരുള്ളൂ. ഓക്കെ, ഇനി റിലേഷണൽ മെട്രിക്സോ? റിലേഷണൽ മെട്രിക്സ് എന്താവും? റിലേഷണൽ മെട്രിക്സ് അറിയാൻ വേണ്ടിയിട്ട് ഒരു മെട്രിക്സ്, ഇവിടെ ആരൊക്കെയുണ്ട് എലമെന്റ്സ്? ഇവിടുത്തെ മെട്രിക്സ്, ഇവിടുത്തെ എലമെന്റ്സ് നോക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട് അല്ലെ, 1 2 3 4 6 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്. അതുപോലെ ഇവിടെ എഴുതുക 1 2 3 4 6 8 12. ഇനി ശ്രദ്ധിക്കാനുള്ളത്, വൺ ഡിവൈഡ്സ് 1 ആണെങ്കിൽ ഇവിടെ ഒരു 1 എഴുതണം, ആണല്ലോ. 1 ഡിവൈഡ്സ് 2 ആണെങ്കിൽ ഒരു 1 ഇവിടെ എഴുതണം, 1 ഡിവൈഡ്സ് 3 ആണെങ്കിൽ ഒരു 1 എഴുതുക, 1 ഡിവൈഡ്സ് 4 ആണെങ്കിൽ 1 എഴുതുക. 1 0 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. 1 ഡിവൈഡ്സ് 6 ആണെങ്കിൽ 1 എഴുതുക, 1 ഡിവൈഡ്സ് 6 അല്ലെങ്കിൽ 0 എഴുതാം. 1 ഡിവൈഡ്സ് 8 ആണെങ്കിൽ 1 എഴുതുക, 1 ഡിവൈഡ്സ് 12 ആണെങ്കിൽ 1 എഴുതുക. അതുപോലെ 2 ഡിവൈഡ്സ് 1 ആണ്, 2 ഡിവൈഡ്സ് 1 അല്ല, അതുകൊണ്ട് 0 എഴുതുക. 2 ഡിവൈഡ്സ് 2 ആണ്, 1 എഴുതുക. 2 ഡിവൈഡ്സ് 3 അല്ല, 0 ആണ്. അപ്പോൾ 2 ഡിവൈഡ്സ് 4 ആണല്ലോ, 1 എഴുതുക. 2 ഡിവൈഡ്സ് 6 ആണ്, 2 ഡിവൈഡ്സ് 8 ആണ്, 2 ഡിവൈഡ്സ് 12 ആണ്. ഇനി 3 ഡിവൈഡ്സ് 1 ആണോ? അല്ല. 3 ഡിവൈഡ്സ് 2 അല്ല, പക്ഷെ 3 ഡിവൈഡ്സ് 3 ആണ്. 3 ഡിവൈഡ്സ് 4 അല്ല, 3 ഡിവൈഡ്സ് 6 ആണ്, 3 ഡിവൈഡ്സ് 8 അല്ല, 3 ഡിവൈഡ്സ് 12 ആണ്. 4 ഡിവൈഡ്സ് 1 അല്ല. ഇവിടെ എ ഡിവൈഡ്സ് ബി ആവോ? എ ഡിവൈഡ്സ് ബി ആവണമെങ്കിൽ എന്ത് വരണം? എ ഡിവൈഡ്സ് ബി ആവണമെങ്കിൽ എന്ത് വരണം? ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് വരണ്ടേ? എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് വരണ്ടേ? ശരിയല്ലേ? എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് പറയണം. നോക്കിയേ, 6 ഡിവൈഡ്സ് 2 4 ഡിവൈഡ്സ് 2 ആണോ? 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലല്ലോ, 0 വരും. 4 ഡിവൈഡ്സ് 3 അല്ലല്ലോ, 4 ഡിവൈഡ്സ് 4 ആണ്. 4 ഡിവൈഡ്സ് 6 അല്ലല്ലോ, 4 ഡിവൈഡ്സ് 8 ആണ്, 4 ഡിവൈഡ്സ്
12 ആണ്. 1 ഇടും. 6 divides 1 അല്ലല്ലോ, 6 divides 2 അല്ല, 6 divides 3 അല്ല, 6 divides 4 അല്ല, പക്ഷെ 6 divides 6 ആണ്. 6 divides 8 അല്ല, 6 divides 12 ആണ്. 8 divides 1 ആണ്, 8 divides 2 8 divides 1 അല്ല അല്ലേ, 8 divides 2 അല്ല, 2 divides 8 ആണ്, പക്ഷെ 8 divides 2 അല്ല, 8 divides 3 അല്ല, 8 divides 4 അല്ല, 8 divides 6 അല്ല, 8 divides 8 ആണ്, 8 divides 12 അല്ല. 12 divides 12 1 അല്ല, 12 divides 2 അല്ല, ഇവിടെ എല്ലാം അല്ല അല്ലേ, 12 divides 12 ആണ്. ശരിയല്ലേ? This is the relational matrix of the relation. തന്നിരിക്കുന്ന റിലേഷന്റെ റിലേഷണൽ മെട്രിക്സ് ആണ് അല്ലേ.